Well, what am I to say? I mean, my family has been noticing that I've been bubbling with excitement for quite some time. എന്റെ എനിക്കെന്തോ എന്തോ പറയണമെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരും കാണുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. And it's been 24 years since I've spoken in my family fellowship. എന്റെ കുടുംബമായിരുന്ന എന്റെ ഈ ഒരു കൂട്ടായ്മയില് 24 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. So I'm quite emotional about it, and I'm quite excited about it. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ വളരെ വികാരഭരിതനാകുന്നു, വളരെ സന്തോഷമുള്ളവനാണ്. So it's with great excitement that I want to come back. അതുകൊണ്ട് ഈ വളരെ ഒരു സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടിയാണ് ഞാൻ തിരികെ നിങ്ങളുടെ അടുത്തോട്ട് ഈ രീതിയിൽ വരുന്നത്. And I've been on spiritual warfare. ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മീക പോരാട്ടത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് പോവുകയാണ്. And I did this in presence of people who have taught me spiritual warfare. ഞാൻ ഇന്ന് ഇത് സംസാരിക്കാൻ പോകുന്നത് എന്നെ ആത്മീയ പോരാട്ടം ചെയ്യാൻ പഠിപ്പിച്ച ആൾക്കാരുടെ മുമ്പിലാണ്. So with that in mind, I've actually divided my talk into 4 or 5 segments. ഈ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ സന്ദേശത്തെ 4-5 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. So I'm going to introduce myself. ഒന്നാമതായിട്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. And then I'm going to talk about the subdivisions of my talk as we go on. അതിനുശേഷം ഞാൻ ഇന്നത്തെ സന്ദേശത്തെ കുറിച്ച് പല ഭാഗങ്ങളായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. So I'm going to share my screen. ഞാൻ ഈ സൂമിൽ കൂടി എന്റെ കമ്പ്യൂട്ടറിലുള്ള സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. Just give me a minute, let me just share my screen. ഒരു നിമിഷം എനിക്ക് തരണം. ഞാൻ എന്റെ കമ്പ്യൂട്ടറിലെ സ്ക്രീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. Slide by slide. Yeah. So so as I said, I've divided this into 4 parts, and let's start with the first slide, the second slide. So that is my initial years. This is what the excitement part of my life is. That is my day that I became born again in Pune, in a college where Jeffy studied, UBS. And within a year, I realized there was my English professor who used to teach me the Bible during our English hours. And I came and met her, and very soon we had a Bible study that I started attending in our home. And 1991, we went to meet this man of God. Before that, Amma had prayed over me with laying of hands, and I was baptized in the Holy Spirit. In 1991, both me and Sujit were baptized in a bathtub in Sherpad. And that was 91. And these are my initial years. So ഇത് 1989 പൂനെയിൽ വെച്ചായിരുന്നു ഞാൻ വീണ്ടും ജനിച്ചത്. അതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ ആ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, എന്നെ കൊല്ലത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച പ്രൊഫസർ അന്ന് ഞങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി ഒക്കെ എടുക്കുമായിരുന്നല്ലോ. ആ പ്രൊഫസറിന്റെ പേരായിരുന്നു സുമമാൻറ്റി ഇവിടെ. അപ്പം ആ സുമമാൻറ്റിയെ ഞാൻ വന്ന് കണ്ടു. സുമമാൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ള സ്നാനം എനിക്ക് ലഭിച്ചു. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ സുമമാൻറ്റിയും ഈ സുജിത്തും അവരോടൊക്കെ ഒപ്പം ഈ ഇതിനകത്തുള്ള ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം പാസ്റ്റർ സ്റ്റാൻലി നിൽപ്പുണ്ട്. അവിടെ ഇടയ്ക്ക് റജീദ് നിൽക്കുന്നു. അവിടെ ഒരു ബാത്ടബിലായിരുന്നു ജലസ്നാനം അദ്ദേഹം എടുത്തത്. So then in 1992,
we formed a church after that. 1992 പിന്നെ ഇവിടെ കൊല്ലത്ത് ഈ സഭ തുടങ്ങാൻ ഇടയായത്. So that is my initial spiritual formation was at Alinda Tekkedil house. അപ്പം എൻ്റെ ആത്മീകമായിട്ടുള്ള വളർച്ച അതിന്റെ ആ തുടക്കത്തിന്റെ ഭാഗം അത് സുമോന്റിയുടെ വീട്, അതായത് ആലിന്റെ തെക്കേതിൽ വീട്, പട്ടത്താനത്തുള്ള ആ വീട്ടിൽ വെച്ചായിരുന്നു. Yeah, so I'm very grateful for my class. Yeah. ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അന്ന് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നതിലും. So with that, let me go on to my next slide. So my memory is about at Patathanam. That was what we were called. അപ്പം അന്ന് പട്ടത്താനത്ത് ഞാനായിരുന്നപ്പോൾ അന്നത്തെ ചില ഓർമ്മകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. When I look back, it was the finest taste of what a church is supposed to be. Acts 2:42. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സഭ എങ്ങനെ ആയിരിക്കണം അതിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് എന്നെ മനസ്സില്. ആദിമ സഭയില് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് അനുഭവപ്പെട്ടു. And we were so close to each other that even if one of us were down, the other would know it without even speaking a word. നമ്മള് വളരെ അടുപ്പമായിരുന്നു ആ സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ ഇതിനകത്ത് ഒരാളെങ്കിലും ഇച്ചിരി വിഷമിച്ചിരിക്കുവാണെങ്കിൽ ആള് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരുന്നു. And in supernatural, walking with God, my next slide. അടുത്ത ഒരു ദൈവവുമായിട്ട് ഒരു അമാനുഷികമായിട്ടുള്ള തലത്തിലുള്ള നടപ്പ്, അതും ആ നാളുകളിൽ ഞങ്ങൾ ആ രീതിയിലായിരുന്നു നടക്കുന്നത്. And when I look back from 1991 to 1996, all these gifts of the Holy Spirit had manifested in our midst one way or the other. ഇവിടെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ്. ഈ പറഞ്ഞ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ 9 തരത്തിലുള്ള വരങ്ങളും ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ആ സമയത്ത് പ്രകടമായിരുന്നു. It's very important to realize this. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. Because when you are looking at spiritual warfare, നമ്മൾ ആത്മീയ പോരാട്ടത്തെ നോക്കുമ്പോൾ you're not talking about natural warfare. നമ്മള് സ്വാഭാവികമായിട്ടുള്ള അല്ലെ ഈ ലോകപ്രകാരമുള്ള ഒരു പോരാട്ടത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. You're talking about a supernatural warfare. നമ്മള് അമാനുഷികമായിട്ടുള്ള തലത്തിൽ നടക്കുന്ന ഒരു പോരാട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. And that is possible only if you are walking in the fullness of the Holy Spirit. ആ തലത്തില് ഉള്ള ആത്മീയ പോരാട്ടം അതിൽ നമ്മള് ജയാളിയായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടന്നാലേ സാധിക്കത്തുള്ളൂ. And the gifts of the Holy Spirit are not released for one single person. ഈ ആത്മീയ വരങ്ങള് ഏതെങ്കിലും 1-2 പേർക്ക് മാത്രം കൊടുക്കപ്പെടുന്ന ഒരു വരങ്ങളല്ല. It is supposed to be manifesting in the church setting. ഈ ആത്മീയ വരങ്ങള് സഭയുടെ പശ്ചാത്തലത്തിലാണ് പ്രകടമാകുന്നത്. And this is just a small list. There are more gifts, and the only personal gift in this is the gift of tongues. ഈ നമ്മൾ വരങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഈ അന്യഭാഷ എന്നുള്ള വരമാണ് മാത്രമാണ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള വരം. ബാക്കി എല്ലാം സഭയുടെ ആ ഒരു സാഹചര്യത്തിൽ കാണുന്ന വരങ്ങളാണ്. So if you want to engage in spiritual warfare, you should be placing yourself in a church where these things are actually manifesting. അതുകൊണ്ട് നിങ്ങൾ ആത്മീയ പോരാട്ടത്തിൽ ജയാളിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വരങ്ങളൊക്കെ കാണുന്ന ഒരു സഭയുടെ പ്രകടമാകുന്ന ഒരു സഭയുടെ ഭാഗം നിങ്ങളാകണം. I can keep this entire session
opened with memories of all these gifts manifesting. ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം എടുത്ത് ജസ്റ്റ് ഈ ഒരു സ്ലൈഡിനകത്ത് അന്ന് എന്തൊക്കെ വരങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രകടമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ സമയം തീർക്കാം. So let me go to the next slide, lest I do that. Yes, ഒന്ന് നോക്കാം അടുത്ത സ്ലൈഡ്. So this was our schedule. അപ്പൊ ആ നാളുകളിൽ ഞങ്ങൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Saturday evening we used to turn up in Alinte Tekevil house. അപ്പം ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങള് എല്ലാവരും ആലിന്റെ തെക്കേതിൽ വീട്ടിലോട്ട് വന്നു കൂടും. We used to have a 3-hour Bible study. 3 മണിക്കൂറിന്റെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും ശനിയാഴ്ച വൈകുന്നേരം. And I alone had to go back to my house and stay, and the rest had continued session throughout the evening. അപ്പം ആ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരികെ പോവായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർ പിന്നെയും അവിടെ തന്നെ തങ്ങുമായിരുന്നു. And the morning we had a regular service, what we are doing now. എന്നിട്ട് ഞായറാഴ്ച രാവിലെ നമ്മൾ ഇപ്പൊ ഈ ഉള്ള സർവീസ് പോലെ ഒരു ആരാധന ശുശ്രൂഷ ഉണ്ടായിരുന്നു. There was a second message. പിന്നെ രണ്ടാമത്തെ ഒരു മെസ്സേജ് അതായിരുന്നു രണ്ടാമത്തെ മെസ്സേജ്. അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം ഒരു മെസ്സേജ് ഉണ്ട്, ഞായറാഴ്ച രാവിലെ അടുത്ത മെസ്സേജ്. And then we had every Sunday. അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്നു, പിന്നെ ഒരു സന്ദേശം, പിന്നെ ഫെലോഷിപ്പ് ഒക്കെ ഉണ്ട്. And evening there used to be activity. Pastor Jeffy used to teach us swimming. എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരങ്ങളില് ഞങ്ങള് വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പാസ്റ്റർ ജെഫി ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോയി നീന്താനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. And then Tuesday and Thursday used to be Bible studies in Trivandrum Medical College. ഇത് കൂടാതെ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് വെച്ച് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. So that is the intensity in which we grew in the spirit. ഞാനിത് പറയുന്നത് അന്ന് ആത്മാവിൽ ഞങ്ങൾ വളർന്നത് ഇത്രയും ഞങ്ങൾക്ക് തീഷ്ണത ഉണ്ടായിരുന്നു. And Amma used to personally mentor each one of us. എന്നിട്ട് സുമാരിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് മെന്റർ ചെയ്യുമായിരുന്നു. So let me go on to my message. ഞാൻ മുന്നോട്ട് പോട്ടെ, ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. So the spiritual warfare, I want to share in this in 4 aspects. ഈ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് അതിന്റെ 4 വശങ്ങൾ ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. I want to share about the prophetical aspect in a minuscule way. ഇതിന്റെ പ്രാവചനികമായിട്ടുള്ള ഒരു കാര്യം അത് ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പങ്കുവെക്കും. And then I want to talk about the practical aspects in a major way. അത് ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രായോഗിക തലത്തിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. So let me just run through the prophetical aspect because I have a weakness, or rather my strength. I love prophecies. എനിക്ക് ഈ പ്രവചനം എന്ന് പറയുന്നത് അല്ലെ പ്രാവചനികമായിട്ടുള്ള കാര്യം അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് എന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് വേണേ പറയാം, അല്ലെ അത് എന്റെ ഒരു വീക്ക്നെസ് എന്ന് വേണേലും പറയാം. So I always love to look at it in the light of the Lord's second coming. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ മുന്നിൽ കണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. So we can just go through the next 4 slides quickly. അതുകൊണ്ട് അടുത്ത 4 സ്ലൈഡ് പെട്ടെന്ന് നമുക്ക് നോക്കാം. So that is Revelation 19, the warrior on the white horse. വെളിപാട് പുസ്തകം 19-ാം അധ്യായം. ഇവിടെ നമ്മള് ഒരു വെള്ള കുതിരയുടെ മേളില് ഒരു ഒരാളിയെ കാണുന്നു. വെളിപാട് 19 എഴുതിയിട്ടുണ്ടല്ലോ. The next one. അടുത്ത സ്ലൈഡ്.
the warrior king, the high priest who's a warrior leading his army against the Antichrist who is surrounding the people of God to deliver the people of God. ഈ എതിർ ക്രിസ്തു അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള സൈന്യത്തിന്റെ എതിരെ ഈ വെള്ള കുതിരയിലുള്ള ആ പോരാളി അവരുടെ എതിരെ വരുന്നു. Next, and you can see that battle is definitely won by the Christ and his forces. അവിടെ കനത്ത ആ ഒരു പോരാട്ടത്തിന്റെ ജയിക്കുന്നത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ കൂടെയുള്ള സൈന്യവും. Next slide. He routs the enemy. അവിടെ നമ്മൾ കാണുന്നു ക്രിസ്തുവിന്റെ ആ ശത്രുവിനെ പൂർണ്ണമായിട്ടും തോൽപ്പിക്കുന്നു. So that's the prophetical aspect. We have a great victory that is awaiting us when he comes back. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാവചനികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ജയം ക്രിസ്തു യേശു കൈവരിക്കുന്നു. ആ ജയം ക്രിസ്തുവിന്റെ രണ്ടാം വരവില് നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ടും അതിന്റെ ഭാഗവാക്കുകളാകും. It's important to realize that he is the one who gives us the victory. യേശു ആണ് നമ്മൾക്ക് ജയം നൽകുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താവശ്യമാണ്. So we will go to the next slide. And I want to say that in the practical aspects of it, this warfare happens 24/7, 365 days. പ്രായോഗിക തലത്തിൽ നോക്കിയാൽ ഈ ആത്മീയ പോരാട്ടം ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും അല്ലെ ഒരു വർഷത്തിന്റെ 365 ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്. And in these 3 levels it happens: body, soul and spirit. ഈ ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് 3 തലത്തിലാണ് നടക്കുന്നത്. അത് ദേഹം, ദേഹി, ആത്മാവ്. And when we think about spiritual warfare, we often tend to think it is definitely in the spiritual realm. പലപ്പോഴും നമ്മൾ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ആത്മീയ പോരാട്ടം എപ്പോഴും ആത്മാവിന്റെ തലത്തിൽ മാത്രമാണ് നടക്കുന്നതെന്നാണ് നമ്മൾ മിക്കവാറും പേര് ചിന്തിക്കുന്നത്. And therefore, when I look back, I realized that is what I was concentrating on. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും എപ്പോഴും ഈ ആത്മീയ തലത്തിലുള്ള പോരാട്ടത്തെ മാത്രമേ അതിലായിരുന്നു ഞാൻ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. So it's important that today I'm actually not going to share much about what happens in the soul and the spirit realm. അപ്പം ഇന്ന് ഞാൻ ദേഹിയും ആത്മാവിന്റെ തലത്തില് നടക്കുന്ന ആ പോരാട്ടത്തിൽ അല്ലായിരിക്കും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. I will be talking more what happens at the body level. നമ്മുടെ ദേഹത്തിന്റെ ആ തലത്തിൽ നടക്കുന്ന പോരാട്ടത്തിലായിരിക്കും ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഇന്ന്. Because I had to come back to the Lord with a heart of repentance in this realm. എന്താണെന്ന് വെച്ചാൽ ആ മേഖലയില് എനിക്ക് ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ എനിക്ക് വരേണ്ടതായിട്ട് വന്നു, എനിക്ക് അനുദപിക്കേണ്ടതായിട്ട് വന്നു. So when we look at the next verse, next slide. So this is one of my verses which I used to quickly read and go off. ഈ വേദഭാഗം ഞാൻ പെട്ടെന്ന് വായിച്ചു വിടുന്ന ഒരു വേദഭാഗമായിരുന്നു. The verse 13 used to ring a bell, but you can suppress that voice from inside and go off because spiritual matters are more important. ഈ 13-ാം വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങ് വിടുമായിരുന്നു. എവിടെയോ എനിക്ക് ചെറുതേ ഒരു കുത്തൽ വരുമായിരുന്നു. പക്ഷെ അതിനെ അങ്ങ് അമർത്തി, അല്ല ഇതൊന്നും അല്ല ഇമ്പോർട്ടന്റ്, ഏറ്റവും ആത്മീയ കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് ഞാൻ എന്നോട് തന്നെ അങ്ങ് പറയുമായിരുന്നു. Because in 1 Timothy 4:8, Paul says bodily discipline is only of little value, whereas godliness of great value. എന്താന്ന് വെച്ചാൽ 1 തിമോത്തിയോസ് 4:8 പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നില്ലേ, ഈ നമ്മളെ ശാരീരികമായിട്ടുള്ള അതിനെ ശിക്ഷണത്തിൽ കൊണ്ടുവന്നത് അത് ഈ ലോകത്തിൽ മാത്രമേ അതിന്റെ പ്രയോജനമുള്ളൂ. And I realize how much I have missed on it because God corrected me on that. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു ഈ ശരീരത്തിന് കൂടുതൽ ഞാൻ കെയർ കൊടുക്കാഞ്ഞത് അത് തെറ്റായിരുന്നു. അതില് ഞാൻ ദൈവത്തിലേക്ക് തിരികെ ഈ നാളുകളിൽ വരുന്നു. Because in this verse God says I am for your body. എന്താണെന്ന് വെച്ചാൽ ഈ വാക്യത്തില്
ദൈവം പറയുന്നു ഞാൻ നിന്റെ ശരീരത്തിന് എന്നോടൊപ്പം ഉണ്ട്, അനുകൂലമാണ് അതിന്. And if you study scripture, God almost equates, not almost, God actually equates gluttony as equivalent to alcoholism. നമ്മള് തിരുവെഴുത്ത് വായിച്ചു കഴിഞ്ഞാല് ഈ മദ്യപാനത്തിന്റെ അത്രയും തന്നെ കുഴപ്പമാണ് നമ്മള് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യം. So let's go to the next slide where he says, I am actually one with your spirit. ഈ 1 കൊരിന്ത്യർ 6:17 ഇങ്ങനെ പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. So he is for our body and he is one with our spirit. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം നമ്മുടെ ശരീരത്തോടും നമ്മുടെ ആത്മാവിനോടും ഒന്നാകുന്നു. So in the next slide we see that he calls us the temple. ഇവിടെ 19-20 വാക്യങ്ങളില് പറയുന്നു നമ്മളുടെ ശരീരം അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. So he is one with our spirit and he says your body is my temple. അപ്പം ക്രിസ്തു നമ്മളുടെ ആത്മാവിനോട് ഒന്നാകുന്നു, പക്ഷെങ്കിൽ നമ്മുടെ ശരീരം അവന്റെ ആത്മാവിന്റെ മന്ദിരമാകുന്നു. And therefore he says that body also has been purchased with a price because his stripes and wounds are for our healing. So അപ്പം ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തെ ഒരു വില കൊടുത്ത് മേടിച്ചിരിക്കുന്നു. അവന്റെ രക്തം നമ്മളുടെ ശരീരത്തിന് വേണ്ടി കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. And he expects us to glorify him in our body. അപ്പം ദൈവത്തിന്റെ നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷ എന്തുവാ? നമ്മളുടെ ശരീരം കൊണ്ട് നമ്മള് അവനെ മഹത്വപ്പെടുത്തും. And therefore when he talks about worship in the next slide, ഇവിടെ റോമാലേഖനം 12:1 അവിടെ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ he's saying, I want you to present your body as a living sacrifice and a holy sacrifice. അവിടെ പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് ദൈവത്തിന് കൊടുപ്പീൻ. And he says, if you think that is physical aspect of it, he says that's actually the spiritual aspect of worship. അപ്പൊ ഇവിടെ ശരീരത്തെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ ആത്മീയ കാര്യമല്ലെന്ന്. അല്ല, അതാണ് നിങ്ങളുടെ ആത്മീക ആരാധന എന്ന് ഇവിടെ പറയുന്നു. So that's one of the dimensions of worship, taking care of your body which has been purchased with a price. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മളെ ദൈവത്തോടുള്ള ആരാധനയുടെ ഒരു ഭാഗമാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കുന്ന കാര്യം. So let's go to the next slide. It's an interesting slide. നമ്മളെ അടുത്ത ഒരു ഈ സ്ലൈഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. So I was looking at this and saying there's a manufacturing date for my body. ഇവിടെ MD എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? മാനുഫാക്ചറിംഗ് ഡേറ്റ്. അതായത് എന്റെ ശരീരം ഉണ്ടാക്കിയ ഒരു സമയമുണ്ട്. As a doctor I thought it was a date of birth. അപ്പം ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്റെ ശരീരത്തെ ഉണ്ടാക്കിയത് ഞാൻ ജനിച്ച ദിവസമാണെന്ന് ഞാൻ ചിന്തിച്ചു. But Psalm 139 said that it's the date of conception. പക്ഷേ 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്നെ ഉണ്ടാക്കിയത് ഞാൻ ജനിച്ച ദിവസമല്ല, ഞാൻ ഉരുവായ ദിവസം തൊട്ടാണ്. So therefore there is a definite day that I was conceived and God has seen my unformed substance. എന്നെ ഉണ്ടാക്കിയ ആ ഉരുവായ ആ സമയം തൊട്ട് ദൈവം എന്നെ കണ്ടിരുന്നു എന്ന് 139-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Just like that there is an expiry date for my body. ഇവിടെ ED എന്ന് എഴുതിയിരിക്കുന്ന എക്സ്പയറി ഡേറ്റ്, ഇത് ഒരു മരുന്നിന്റെയാണ്. ആ മരുന്നിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു സമയമുണ്ട്, അവിടെ ഒരു അവസാനമുണ്ട്. So whether I like it or not, there is a date and a time set when this tent is supposed to collapse. ഇനിയിപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം, ഒരു സമയം നമ്മൾ ഉരുവാകാനും ഒരു സമയം നമ്മൾ മരിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്.
The issue is we should not short circuit and go off early. ഇതിനകത്ത് വിഷയം ഇതാണ്, ദൈവം വെച്ചിരിക്കുന്ന സമയത്തെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ചാടിപ്പോകാനായിട്ട് ഇടയാകരുത്. So that the price is mentioned in 1 Peter and the seal is mentioned in Ephesians. ഈ ഒരു മരുന്നിൽ അതിന്റെ വില എഴുതിയിരിക്കുന്ന പോലെ നമ്മളുടെ വില അത് എന്തുവാണ്? 1 പത്രോസ് 1:18-19 നമ്മൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വിലക്ക് മേടിച്ചതും അവിടെ ഒരു സീല് മരുന്നിലുള്ളത് അത് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടതുമാണ്. So our body is very precious to him. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. So how do we take care of it? I've put it in a short way in my next slide. അടുത്ത സ്ലൈഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ നല്ലതായിട്ട് നോക്കുന്നത്. It's very important that we do focus on these things. ഈ കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. Because for our bodies to last till the expiry date, ഈ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ സമയം വരെ നമ്മളുടെ ശരീരം അവിടെ നിൽക്കണമെങ്കിൽ these things have to be taken care of. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങള് നമ്മൾ അത് ചെയ്തേ മതിയാവും. You cannot be without self control. നമുക്ക് സ്വയം നിയന്ത്രണം ഇല്ലാതെ നമുക്ക് ജീവിച്ചാൽ ശരിയാകത്തില്ല. So how is this related to the soul? അപ്പൊ ഈ കാര്യങ്ങൾ let's look at the next slide. അപ്പൊ നമ്മളെ ശരിക്കും ഭക്ഷണം കഴിക്കണം, അല്ലെ എക്സർസൈസ് ചെയ്യണം, ഉറങ്ങണം, ഇതൊക്കെ പറയുന്നതും ഇത് ആത്മീയമായിട്ടുള്ള അതിനെ എന്താണ് ബന്ധം? അത് നമ്മുടെ ദേഹിയുമായിട്ട് എന്താണ് ബന്ധം? Because people may think I'm here to teach on lifestyle എന്താന്ന് വെച്ചാ medicine and taking a health care class on a Sunday morning. അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കുക, അയ്യോ ഈ ദേവദാസം വന്ന് ആത്മീയ ഒരു പ്രചോദനം നൽകാതെ ഇതെന്തുവാണ് ഈ മെഡിക്കൽ കാര്യവും ശരീരത്തെ നോക്കുന്ന കാര്യമൊക്കെ ഞായറാഴ്ച രാവിലെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. So it's very important because this verse says that the desires of the body that are there within is actually waging war against our soul. ഈ 2:11 അവിടെ പത്രോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനോട് ഈ ജഡമോഹങ്ങള് പോരാടുന്നുണ്ടെന്ന്. So it is very important that according to Romans 6 we have to present our bodies to the living God. റോമാലേഖനം 6-ാം അധ്യായത്തിലെ നമ്മളുടെ ശരീരവും അതിന്റെ അവയവങ്ങളും ദൈവത്തിന് സമർപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. So we will, so that our body can affect our mind. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യം നമ്മളുടെ മനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. And we will look at how the battle goes on to the mind. അപ്പോൾ ഈ ശരീരത്തിൽ നടക്കുന്ന കാര്യം, ആ പോരാട്ടം എങ്ങനെ നമ്മളുടെ മനസ്സില് ഉള്ള പോരാട്ടം അത് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ ഇനി കാണാൻ പോവുകയാണ്. So the next slide, the next second, that slide, correct. So here we see the second level of battle is in the mind. ഈ ശരീരത്താണ് ആദ്യത്തെ ലെവലിലുള്ള പോരാട്ടം. പിന്നെ മനസ്സിലാണ് രണ്ടാമത്തെ തലത്തിലുള്ള പോരാട്ടം. Very often in believer circles, പലപ്പോഴും വിശ്വാസികളുടെ ഗോളത്തില് this tends to get highlighted. ഈ കാര്യം വളരെ ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. The mind is the battlefield. എല്ലാരും പറയും ഈ മനസ്സിനകത്താണ് പോരാട്ടം നടക്കുന്നത്. So, but nobody will talk about maintaining your body and making sure that you stay healthy to fight the battle. പക്ഷേ പലപ്പോഴും നമ്മളുടെ ശരീരത്തെ നമ്മളൊന്ന് നോക്കണമെന്നും ഈ ശരീരത്തെ നമ്മളെ സൂക്ഷിച്ചാലേ നമ്മള് ഈ പോരാട്ടത്തിൽ നല്ല രീതിയിൽ ഈവൻ മനസ്സിൽ പോലും അതില് ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നമ്മള് അത് പറയാറില്ല. So when we talk about the battle
at the soul level and the spirit level, as I said, I will only mention a very few things because most of this is extensively taught. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പലരും പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലെ ഒത്തിരി അങ്ങ് പറയത്തില്ല. I will in fact share a few things and come back to the body again. ഞാൻ കുറച്ച് കാര്യങ്ങള് ഈ മനസ്സിലുള്ള പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ശരീരത്തിന്റെ പോരാട്ടത്തിലോട്ട് ഞാൻ തിരികെ വരും. So the next slide actually explains everything. അടുത്ത സ്ലൈഡില് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. You have two natures, the carnal nature and the nature of Christ. ഇവിടെ കാണിക്കുന്നത് നമുക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് ക്രിസ്തു യേശുവിന്റെ ആ സ്വഭാവം, രണ്ട് നമ്മളെ ജഡികമായിട്ടുള്ള സ്വഭാവം. So it depends on which one you are going to feed. അപ്പൊ ഇതിനകത്ത് ഏത് സ്വഭാവത്തെയാണ് നമ്മള് പോറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അതിൽ ആശ്രയിച്ചിരിക്കും ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കുന്നോ ഇല്ലയോ. If you're going to fill your mind with the word, then you're ready for battle. നമ്മള് നമ്മുടെ മനസ്സ് ദൈവവചനം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണെങ്കിൽ നമ്മള് ഈ പോരാട്ടത്തിൽ ജയിക്കും. But if you're going to fill your mind with everything else, then when it comes to prayer, it won't really start working well. എന്നാൽ നമ്മുടെ മനസ്സ് ഈ ലോകത്തിലുള്ള പല കാര്യം കൊണ്ട് നിറയ്ക്കുവാണെങ്കിൽ പിന്നെ പ്രാർത്ഥനയിലൊന്നും നമുക്ക് ജയിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. Because the next slide explains what happens. അടുത്ത സ്ലൈഡില് എന്തുവാ സംഭവിക്കുന്നതെന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. See, your mind is like a valve. നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്നത്, ഈ ചിന്താമണ്ഡലം, അതൊരു വാൽവിനോട് നമുക്ക് ഉപമിക്കാം. You can have a huge water tank full of water on the top of your roof. ഇപ്പൊ നമ്മുടെ വീടിന്റെ മുകളില് ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്, അതിനകത്ത് മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുവാണെന്ന് കരുതിക്കോ. But no water is going to come into your house if the valve next to that water tank is blocked. പക്ഷെ അത്രയും വെള്ളം കൊണ്ട് നിറഞ്ഞാലും അവിടുത്തെ വാൽവ് അടഞ്ഞിരിക്കുവാണെങ്കിൽ ആ വെള്ളം ഒന്നും നമ്മുടെ വീട്ടിന്റെ പൈപ്പിലോട്ട് വരത്തില്ല. That's exactly what this verse is saying. You can have the resurrection life, God will be excluded for you. അപ്പം ഇവിടെ ഈ വചനത്തിൽ ഇതാ പറയുന്നേ, നിങ്ങളുടെ ഉള്ളില് ദൈവത്തിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളുടെ ആ ടാങ്കിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആ വാൽവ് അടഞ്ഞിരിക്കുവാണെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണാൻ സാധിക്കത്തില്ല. It's very important that our minds are filled with the word of God. നമ്മളുടെ മനസ്സ് ചിന്താമണ്ഡലത്തിൽ അത് ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്തം ആവശ്യമാണ്. So I want to go to the spiritual aspect of it. ഇനിയും ഞാൻ ആത്മീക ആ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. So my next slide will show the most famous passage regarding this. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 19 വരെ ആണ് വളരെ അറിയപ്പെടുന്ന ഒരു വേദഭാഗം ആത്മീയ പോരാട്ടത്തെ കുറിച്ച്. I've underlined a few things so that you can see that I've highlighted something. ഞാൻ എൻ്റെ ബൈബിളിലെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കും. Because I want to look at the next slide which explains this. അടുത്ത സ്ലൈഡിലെ ഈ എഫേസ്യർ 6-ന്റെ കാര്യം അവിടെ വിസ്തരിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. Because very often when we look at this passage, we often think Apostle Paul was talking about a Roman armor. നമ്മള് ഈ വേദഭാഗം എഫേസ്യർ 6 വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊരു റോമ പടയാളിയെ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. But if you go to my previous slide, പക്ഷെ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ലൈഡിൽ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത് അടിവരയിട്ട് കാണിച്ചിരിക്കുന്നതിനകത്ത് നോക്കുവാണെങ്കിൽ those are all Old Testament quotations which are mentioned by Apostle Paul in this battle.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ അത് പുതിയ നിയമത്തിലാണ്. പക്ഷെ പുതിയ നിയമത്തില് ഈ അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിലുള്ള ചില വേദഭാഗങ്ങളായിരുന്നു എടുത്തു പറയുന്നത്. So when you look at the picture of that, in my next slide, you can see the high priest armor. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ സർവായുധ വർഗം ഇടണമെന്ന് പറയുമ്പോൾ ഒരു പടയാളിയുടെ ഇത് മാത്രമല്ല, ഒരു ഹൈ പ്രീസ്റ്റ്, അതായത് യാചകൻ, ആ ഒരു ആളുടെ ഡ്രസ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. And the next slide actually says it's actually talking about the high priest armor which the our high priest wears. അപ്പം നമ്മളുടെ മഹാപുരോഹിതൻ ഇടുന്ന ആ വസ്ത്രത്തെ കുറിച്ചാണ് അവിടെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. And very clearly Isaiah was talking about what the high priest wears, and our high priest is the Lord Jesus Christ. ഇപ്പൊ ഇവിടെ സർവായുധ വർഗത്തിന്റെ ഓരോ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ബെൽറ്റ്, അല്ലെ കവചം, അല്ലെ കാലിലെന്തോ ഇടണം. അപ്പൊ അതെല്ലാം ഏഷ്യാവും സങ്കീർത്തനത്തിലൊക്കെ ഈ മഹാപുരോഹിതൻ ഇടേണ്ട ആ ഡ്രസ്സിനെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. And Jesus is our high priest. യേശുവാണ് നമ്മളുടെ മഹാപുരോഹിതൻ. So the next slide actually tells that exactly in the New Testament. Amen. അപ്പം നമ്മളെ സർവായുധ വർഗം ഇടണമെന്ന് എഫേസ്യർ 6 എഴുതിയിട്ടുണ്ടെങ്കിൽ റോമ 13:14 എഴുതിയിട്ടുണ്ട്, നിങ്ങളെ യേശുവിനെ, കർത്താവായ യേശുവിനെ ധരിക്കണമെന്ന്. And then it says take care of your body. എന്നിട്ട് കർത്താവായ യേശുവിനെ ധരിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജഡം, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. So it's a perfect circle. There is no compartments in Christianity. അപ്പൊ നമ്മളുടെ ജീവിതത്തെ ചിലത് ആത്മാവ്, ദേഹം, ഇങ്ങനെ പറഞ്ഞ് 2-3 ഇതായിട്ട് മാറ്റാൻ ആവശ്യമില്ല. നമ്മളെ ഒരു ഒറ്റ ഒരു പൂർണ്ണ ഒരു കാര്യമാണ്. So how do we wear the Lord Jesus Christ? I mean, he has resurrected and he has gone into heaven. He's at the right hand. So how do I wear the Lord Jesus Christ? ഈ റോമ 13:14 എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കർത്താവായ യേശുവിനെ ധരിക്കണമെന്ന്. ഇതെങ്ങനെ കർത്താവായ യേശുവിനെ നമ്മൾ ധരിക്കുന്നത്? അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ഇതെങ്ങനെ നമ്മളെ ക്രിസ്തു യേശുവിനെ ധരിക്കുന്നത്? So that is what the next slide shows. അതാണ് അടുത്ത സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത്. The Holy Spirit is here to take what is of Jesus and give it to us. യേശു ഈ മഹാപുരോഹിതൻ ഇടുന്ന ഡ്രസ്സിന്റെ കീഴില് ആ കാര്യങ്ങളുള്ളത് അത് പരിശുദ്ധാത്മാവ് എടുത്തിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. So we are talking about a life in the fullness of the Holy Spirit. അപ്പം ഈ ആത്മാവിന്റെ പൂർണ്ണതയിൽ ഉള്ള ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. So a life in the fullness of the Holy Spirit is what wearing the Lord Jesus Christ means. അപ്പൊ ക്രിസ്തു യേശുവിനെ ധരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടക്കണം. ഹല്ലേലൂയ. So this is the garment of a high priest in which you can see bells and pomegranates. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പടം എന്തുവാ? ഇത് മഹാപുരോഹിതൻ ഇടുന്ന വസ്ത്രത്തിന്റെ താഴത്തെ ഭാഗമാണ്. And there is a bell and a fruit, pomegranate. അവിടെ കാണുന്നത് മാതളപ്പഴങ്ങൾ കാണുന്നുണ്ട്, മണികളും കാണുന്നുണ്ട്. The bells are symbolic of the gift of the Holy Spirit, which is the ability of the Holy Spirit. ഈ ഈ മണികൾ കാണിക്കുന്ന എന്തുവാണ്? ആത്മാവിന്റെ വരങ്ങള്. അതായത് ദൈവം നമുക്ക്, പരിശുദ്ധാത്മാവ് നമുക്ക് ചില പ്രത്യേക കഴിവുകള്, വരങ്ങൾ തരുന്നു. And the pomegranate represents the fruit, which is the nature of Jesus Christ. ഈ മാതളപ്പഴം അവിടെ കാണിക്കുന്നത് നമ്മളുടെ പരിശുദ്ധാത്മാവിന്റെ ഫലത്തെയാണ്. അത് കാണിക്കുന്നത് എന്തുവാ? യേശുവിന്റെ സ്വഭാവം. So the gift is his ability and the fruit is his nature. അപ്പം വരം
എന്ന് പറയുന്നത് അവന്റെ കഴിവുകളും ഫലം എന്ന് പറയുന്നത് അവന്റെ സ്വഭാവവും. And that is already sealed in us. ഈ കാര്യങ്ങള് ഓൾറെഡി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. And that is expressed in a corporate setting. That is why I showed that slide of the expression of the Holy Spirit gifts, which were manifesting in us when I can clearly look back. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ കഴിവുകളും യേശുവിന്റെ സ്വഭാവവും അത് എവിടാണ് പ്രകടമാവുന്നത്? അത് ഒരു സഭയുടെ പശ്ചാത്തലത്തിലാണ് പ്രകടമാവുന്നത്. അതുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങളെ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചത്. പണ്ട് പട്ടത്താനത്ത് ഞങ്ങൾ ആയിരുന്നപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഇതൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. So it's important that we continue to look at the aspect of the body as we go on to the next slide. അപ്പൊ ഞാൻ തിരികെ ആ ശരീരത്തെ നോക്കുന്നതിനെ പറ്റി ഒന്നുകൂടെ ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. And this is what is very critically important. ഈ ശരീരത്തെ നോക്കുന്ന കാര്യം അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. There is a time period that you and I have been allotted by God to live in this planet Earth. ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹത്തിൽ താമസിക്കുവാനായിട്ട് നിങ്ങളെയും എന്നെയും ദൈവം നമുക്ക് കുറച്ച് സമയം അനുവദിച്ച് തന്നിട്ടുണ്ട്. And you get it only once, because Hebrews says for man there is one chance to live and after that comes judgment. ഈ ജീവിക്കാനുള്ള അവസരം നമുക്ക് ഒരു പ്രാവശ്യമേ കിട്ടത്തുള്ളൂ. അത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ജീവിതവും അത് കഴിഞ്ഞിട്ട് ന്യായവിധി. So the next slide shows why it is so critical to realize this. ഈ പറയുന്ന സ്ലൈഡില് ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. So Psalm 139 verse 16 and 17, it says that God has already numbered my days and he has got thoughts for me which far outnumber the sand of the sea. 139 സങ്കീർത്തനം അതിന്റെ 16ഉം 17ഉം വാക്യങ്ങളില് ദൈവത്തിന് എന്നെ കുറിച്ച് വളരെ കാര്യങ്ങള് പ്ലാനുകൾ ഉണ്ട്. അവന്റെ എനിക്ക് വേണ്ടിയുള്ള ചിന്തകള് നോക്കിയാല് അത് സമുദ്രത്തിന്റെ അരികെ ഉള്ള ആ മണൽ തരികളുടെ അതിനേക്കാട്ടിലും കൂടുതലാണ് എന്നവിടെ പറയുന്നു. And those plans he has actually seen it as works before the foundation of the world. ആ ദൈവത്തിന്റെ എനിക്ക് വേണ്ടി അല്ലെ എന്നിൽ കൂടിയുള്ള ആ പ്ലാന് അതെന്താണ്? എഫെസ്യർ 2:10 എഴുതിയിട്ടുണ്ട്, ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ ആ നല്ല പ്രവൃത്തികള് എന്നിൽ കൂടി അല്ലെ എന്നിൽ നടക്കാനുള്ള കാര്യം അവൻ കണ്ടുവച്ചിട്ടുണ്ട്. And how it is working out in each day, the days are also numbered. ഇത് എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഇത് എങ്ങനെയാണ് പ്രവർത്തിയമാകുന്നത്? ആ ദിവസങ്ങളും എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. And to manifest that, he has given us the mind of Christ and he has given us the fullness of the Holy Spirit. അപ്പം ആ കാര്യങ്ങൾ പ്രകടമാക്കുവാൻ, ആ നല്ല പ്രവൃത്തിയിൽ നമ്മൾ പങ്കാളികളാക്കുവാൻ വേണ്ടി അവൻ ക്രിസ്തു യേശുവിന്റെ മനസ്സും പരിശുദ്ധാത്മാവിന്റെ നിറവും നമ്മൾക്ക് നൽകുന്നു. So it's important to realize that these days thoughts and works are designed for our mortal body, not our immortal body. ഈ ദിവസങ്ങളും ഈ ചിന്തകളും ഇതെല്ലാം നമ്മളുടെ മർത്യമായ ശരീരത്തിന് വേണ്ടി ആണ് ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. Because 1 Corinthians 15 says that there are two types of bodies, there is one perishable and imperishable. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ശരീരമുണ്ട്, ഒന്ന് മർത്യമായ ശരീരം, ഒന്ന് അമർത്യമായിട്ടുള്ള ശരീരം. So the day of expiry date, അപ്പം ഒരു മരുന്നിന് നമ്മൾ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന പോലെ, so our expiry date is the date of death where everybody is mourning. നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്ന ദിവസം, നമ്മൾ മരിക്കുമ്പോൾ ബാക്കി എല്ലാവരും വിലപിക്കും. So it's actually not an expiry date, it's actually an exchange date.
അത് ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ മരിക്കുന്ന ദിവസം നമ്മളുടെ അന്ത്യമല്ല. അന്ന് നമ്മള് ഒരു തരത്തിലുള്ള ജീവിതത്തിൽ നിന്ന് വേറൊരു തരത്തിലുള്ള ജീവിതത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. So we are exchanging our mortal body for an immortal body. അപ്പൊ അന്ന് സംഭവിക്കുന്നത് നമ്മളുടെ മർത്യമായ ശരീരത്തിൽ നിന്ന് നമ്മൾ വേറെ ഒരു മർത്യമായിട്ടുള്ള ശരീരത്തിൽ പോകുന്ന ഒരു യാത്രയിലാണ്. So the day we exchange our mortal body for an immortal body, we enter eternity. അപ്പൊ ആ ദിവസം നമ്മള് നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. And then we cannot come back to our mortal body and say some more work is left behind, let me have one more chance. ആ ദിവസം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, അയ്യോ പ്ലീസ് എനിക്ക് ഒരു ചാൻസ് കൂടെ താ, എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? Because when we go there, we will see the day's thoughts and works that were designed for us. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ കരുതി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. And there is only one chance, and that is limited to the time that we have in this perishable body. നമ്മൾക്ക് ഈ മർത്യമായിട്ടുള്ള നശ്വരമായിട്ടുള്ള ഈ ശരീരത്തില് ഉള്ള ആ സമയമേ ഉള്ളൂ ദൈവത്തിന്റെ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട്. And the next slide actually makes it more clear. ഈ 4 വചനങ്ങള് ഇതിനകത്തുനിന്ന് പല കാര്യങ്ങള് ഈ കാര്യങ്ങൾ ഇച്ചിരി വ്യക്തമാകുന്നു. I'll have to be very brief because I'm running out of time. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുകൊള്ളട്ടെ. Genesis 1, God gave authority, transferred his authority to man. ഉൽപ്പത്തി 1-ാം അധ്യായത്തില് ദൈവത്തിനുണ്ടായിരുന്ന അതോറിറ്റി, ആ പവർ അത് മനുഷ്യന് കൊടുത്തു. And he said, you rule over the earth. ദൈവം മനുഷ്യനോട് പറഞ്ഞു, നീ ഈ ഭൂമിയിൽ വാഴുക. And which is what the devil said in Luke 4 when he met Jesus and said, all this power I have actually taken, it has been granted to me. He actually stole it from Adam. പക്ഷെ ലൂക്കോസ് 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആദാമിന് കൊടുത്ത ആ അധികാരം അവിടെ സാത്താന് ലഭിച്ചുവെന്നും സാത്താൻ ആ അധികാരം വേണമെങ്കിൽ യേശു ആരാധിച്ചാൽ അങ്ങോട്ട് കൊടുക്കാമെന്ന് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. So it's important to realize that God is a spirit. ദൈവം ഒരു ആത്മാവാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. Satan is a spirit. സാത്താനും ഒരു ആത്മാവാണ്. But we are spirit and body. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആത്മാവും ശരീരവുമാണ്. And God gave authority to physical beings in his original order. ദൈവത്തിന്റെ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു പ്ലാൻ അനുസരിച്ച് ഈ ശരീരമുള്ള ആ ആൾക്കാർക്ക് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. That is why when Jesus was casting out the demons out of that Gerasene demonic, they begged to at least get into the pigs. അതുകൊണ്ടാണ് ആ ഗദാര എന്ന് പറയുന്ന സ്ഥലത്ത് ആ ലെഗ്യോൻ ഉണ്ടായിരുന്ന ആ ദുഷ്ടാത്മാക്കൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയപ്പോൾ ആ ദുഷ്ടാത്മാക്കൾ പറഞ്ഞു, പ്ലീസ് ഞങ്ങൾക്ക് കുറഞ്ഞ പക്ഷം ആ പന്നികളുടെ ഉള്ളിലേക്ക് പോകാനുള്ള അനുവാദം തരണം. Because physical beings have got that innate natural authority which comes from God. അതെന്താണെന്ന് വെച്ചാല് ഈ ശാരീരികമായിട്ടുള്ള ആ വ്യക്തികൾക്ക് ദൈവം കുറച്ച് അധികാരം കൊടുത്തിട്ടുണ്ട്. That is God's natural principle which he executed in Genesis 1. അതാണ് ദൈവത്തിന്റെ തന്നെ തത്വം ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And therefore many purposes of God in my life are available only while I am in this mortal body. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ മർത്യമായ ശരീരത്തിലാവുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പല ഉദ്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ സാധിക്കത്തുള്ളൂ. And therefore we should not be like Esau who sold his birthright for a cup of soup. അതുകൊണ്ട്
ഒരു കപ്പ് പായസത്തിന് വേണ്ടി അവന്റെ ആ ജ്യേഷ്ഠാവകാശം വിറ്റ യേശാവിനെ പോലെ നമ്മള് ഒരിക്കലും ആയി തീരരുത്. Because the Hebrew says that he later sought it with tears and he could not get it. എന്താണെന്ന് വെച്ചാൽ എബ്രായർ 12, 16, 17 വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുള്ളത് യേശാവ് അത് കഴിഞ്ഞിട്ട് കരഞ്ഞ് വിലപിച്ച് ചോദിച്ചു, പക്ഷേ അവന് ആ ജ്യേഷ്ഠാവകാശം തിരിച്ചു കിട്ടിയില്ല. So it's important that to realize that I have only one chance to live. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് ജീവിക്കാനായിട്ട് ഒരു അവസരമേ ഉള്ളൂ. And the purposes of God, there are purposes of God which are linked to my mortal body existence. അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ചില ഉദ്ദേശങ്ങൾ അന്നേരമേ നടക്കാൻ സാധിക്കത്തുള്ളൂ. And we have to safeguard that, and we have to finish it and reach home on perfect time. അതുകൊണ്ട് ആ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ആ ഭവനത്തിലേക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിച്ചേരണം. So the next slide actually shows my journey in this. അപ്പം ഈ ഒരു യാത്രയില് എന്നെ പറ്റി ഞാനൊന്ന് കാണിച്ചുകൊള്ളട്ടെ. So that was me about some time back on the right. ഇവിടെ എന്റെ 2 ഫോട്ടോ ആണ് കാണിച്ചിട്ടുള്ളത്. രണ്ടിനകത്തും എന്റെ സൈസ് ഇച്ചിരി വേറെ വേറെയാണ്. എന്റെ ആ മനസ്സിലാക്കല് ഒന്ന് നേരത്തെ എന്തുവായിരുന്നു, ഇപ്പൊ അപ്പം എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്റെ മനസ്സിലാക്കലിനകത്ത് എന്ത് വ്യത്യാസം വന്നു? So the Lord actually spoke to me from 1 Corinthians 13. Food is for stomach, but I'll do away with both. അപ്പം 1 കൊരിന്ത്യരിലുള്ള ആ വാക്യത്തിൽ നിന്ന് ദൈവം എന്നോട് ഇടപെട്ടു. ഈ ഭക്ഷണം അത് വയറിന് വേണ്ടിയാണ്, എന്നാൽ ഈ ഭക്ഷണവും വയറും രണ്ടും പോകുന്ന ഒരു സമയം വരുന്നുണ്ട്. And the Lord gave me grace to discipline myself, and I have lost about 24 to 25 kilos in the last 6 months. My next slide will show that. എന്റെ അടുത്ത സ്ലൈഡിൽ ഇത് കാണിക്കും. എന്റെ വെയിറ്റ് വളരെ കൂടുതലായിരുന്നു, 100 സംതിങ് ആയിരുന്നു. അതിൽ നിന്ന് കണ്ടില്ലേ ഒരു 80 സംതിങ്ങിലോട്ട് 10-20 കിലോ 20-25 കിലോ എന്റെ ശരീരത്തിൽ അത് ഒരു 6 മാസത്തിന് ഇടയിൽ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു. Because God gave me this warning, take care of your tent, otherwise you're going to sell it for a cup of soup. എന്താണെന്ന് വെച്ചാൽ ദൈവം എനിക്കൊരു മുന്നറിയിപ്പ് തന്നു. നീ നിന്റെ ശരീരത്തെ നീ കെയർ എടുത്തോണം, അല്ലെങ്കിൽ നീ യേശാവിനെ പോലെ നിനക്ക് തന്നിരിക്കുന്ന ആ വലിയ ആത്മീക അവകാശങ്ങളെ ഈ വെറും കുറച്ച് പായസത്തിന് വേണ്ടിയോ ഭക്ഷണത്തിന് വേണ്ടിയോ നീ വിറ്റുകളയുകയാണ്. We need to reach heaven. The issue is not somehow reaching there. The issue is about reaching there in perfect time, having completed everything. The works and the days and the plans for God is not for sale. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഏതെങ്കിലും രീതിയിലും ഏതെങ്കിലും പരുവത്തില് അങ്ങ് സ്വർഗത്തിൽ എത്തണമെന്നല്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിലും നമ്മളിൽ കൂടി ഉണ്ടായിരുന്ന ഉദ്ദേശങ്ങളൊക്കെ നിറവേറിയിട്ട് ആ ദൈവം വെച്ചിരിക്കുന്ന ആ സമയത്ത് നമ്മളെ സ്വർഗത്തിൽ ചെല്ലണം, അവനോടൊപ്പം ആയിരിക്കണം. So my last slide sums up everything. എന്റെ അവസാനത്തെ സ്ലൈഡില് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യത്തെ എല്ലാം ഒന്നിച്ച് അവിടെ ചുരുക്കി അവിടെ പറയുന്നു. It's not there, I think. My last slide. Yes. So that's what I want to end up. We are called to be responsible stewards of the temple of the Holy Spirit. ഞാൻ ഈ സ്ലൈഡിൽ അവസാനം കാണിക്കുന്ന എന്തുവാണ്? നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും, ഇത് മൂന്നിനെ നമ്മൾ കെയർ എടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദേഹം ദേഹി ആത്മാവിന്റെ നമ്മൾ നല്ല കാര്യ വിചാരകന്മാരായി തീരണം.
So live healthily. അതുകൊണ്ട് ശരീരത്തില് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മള് നല്ല ആരോഗ്യപരമായിട്ടുള്ള ജീവിതം ജീവിക്കണം. We should fill our mind with the word of God. ദേഹിയെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ നമ്മളുടെ മനസ്സ് അത് ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. And we should be full of the Holy Spirit. നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് നമ്മളെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. And we will be ready for the prophetic battle. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ പ്രാവചനികമായിട്ടുള്ള പോരാട്ടത്തിൽ വേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കും. So that's about it. Thank you so much, my family in Quailon, Jeffrey and Vinod and family, for allowing me to come back and share this. This has been a transformation 6 months for me back to health. അപ്പം വളരെ നന്ദിയുണ്ട് ജെഫിയും കുടുംബവും വിനോദ് കുടുംബവും ബാക്കി എൻ്റെ സഭയുടെ ആയിട്ടുള്ള കുടുംബം കൊല്ലത്തുള്ളവര് എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളും ആ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. So in the last 6 months I managed to reverse every systemic disorder that I had for which I was taking medical treatment. എൻ്റെ ജീവിതത്തില് ഞാൻ പല മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ മരുന്നുകളൊന്നും എടുക്കണ്ടാത്ത ഒരു സ്ഥാനത്തേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. Because God gave me grace to take care of my health. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തെ നോക്കുവാനായിട്ട് ദൈവം എനിക്ക് ആ ഒരു കൃപ നൽകി. And I'm looking forward for all his plans with excitement so that I will go only at the right time. ദൈവത്തിന് എന്നിൽ കൂടെയുള്ള ഈ എല്ലാ പദ്ധതികൾക്ക് വേണ്ടിയും ഞാൻ നോക്കി പാർക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ സമയത്ത് ഇവിടുന്ന് പോവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father in heaven, what a joy to remember your goodness. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നന്മയെ ഓർക്കുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. Thank you, Lord, that you are so patient and you enable us to turn around and come back to you. കർത്താവേ, അങ്ങ് എത്ര ക്ഷമയുള്ളവനാണ്. ഞങ്ങൾ പല കുഴപ്പങ്ങളിലൊക്കെ ആണെങ്കിലും അതിൽ നിന്ന് തിരികെ വരുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് സമയം നൽകുന്നുവല്ലോ. And I remember the days where we were so full of the Holy Spirit and you moved among us in signs, wonders, miracles. കർത്താവേ, വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് കൊല്ലത്ത് ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് നയിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. അന്ന് അങ്ങ് ഞങ്ങളെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളിലും നടത്തുകയായിരുന്നല്ലോ. Thank you, Father, that you speak about the former rain and the latter rain. കർത്താവേ, അങ്ങ് മുൻമഴയും പിന്മഴയും കുറിച്ച് അങ്ങ് സംസാരിക്കുന്ന ഒരു ദൈവമാണല്ലോ. And Lord, I want to bless the family at Kollam. കർത്താവേ, കൊല്ലത്തുള്ള ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. For a greater realization of the latter rain. കർത്താവേ, പിന്മഴയെ കുറിച്ചുള്ള കൂടുതൽ ബോധ്യത്തിൽ അവർ ജീവിക്കുവാൻ ഇടയാക്കണമേ. That they will walk into the fullness of all that you've kept for them. അങ്ങ് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അതിന്റെ പൂർണ്ണതയിൽ ആ സഭ നടക്കുവാനായിട്ട് അങ്ങ് സഹായിക്കണമേ. And be a people for God. അങ്ങയുടെ ജനമായിട്ട് ഇരിക്കുവാൻ അവരെ സഹായിക്കണമേ. Who will accomplish your plans and purposes. അങ്ങയുടെ പദ്ധതികളും ഉദ്ദേശങ്ങളും നിറവേറുന്ന ഒരു ജനം ആക്കി അവരെ മാറ്റണമേ. In the fullness of your word, in the fullness of your spirit. അങ്ങയുടെ വചനത്തിന്റെ പൂർണ്ണതയിലും അങ്ങയുടെ ആത്മാവിന്റെ പൂർണ്ണതയിലും അവരെ നയിക്കണമേ. And as good stewards of everything that you have entrusted them.
അങ്ങ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിന്റെയും വിശ്വസ്ത കാര്യവിചാരകന്മാരാകുവാൻ അവരെ സഹായിക്കണമേ. Amen. In Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.